ഹലോ മക്കളെ, ഇംഗ്ലീഷ് പരീക്ഷയിൽ 4 മാർക്കിന് എന്തായാലും ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ് കോൺവെർസേഷൻ. ചോദ്യം ഇങ്ങനെ ആയിരിക്കും വരിക: മണി ഇൻ ദ സ്റ്റോറി എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി വാസ് ഡീപ്ലി എക്സൈറ്റഡ് അബൌട്ട് ഹിസ് വിസിറ്റ് ടു മസൂരി വിത്ത് ഹിസ് ഗ്രാൻഡ് മദർ. ഇമാജിൻ ദാറ്റ് ആഫ്റ്റർ റീച്ചിങ് ഹോം, വീട്ടിൽ തിരിച്ചെത്തിയിട്ട്, ഹി ഷെയർസ് ദ എൻകൗണ്ടർ വിത്ത് ദ ഐ സ്പെഷ്യലിസ്റ്റ് ടു ഹിസ് ഫാദർ. അച്ഛനോട് എന്താണ് ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ട കാര്യമൊക്കെ പറയുകയാണ്. പ്രിപ്പയർ എ പോസിബിൾ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ആദ്യത്തെ 2 സെൻറ്റൻസ് അവർ ഫില്ല് ചെയ്ത് തരാം, ചിലപ്പോൾ ഒന്നും ചെയ്തു തരില്ല. അപ്പോൾ ഫാദറും മണിയും തമ്മിലുള്ള കോൺവെർസേഷൻ നിങ്ങൾ ഉണ്ടാക്കണം. വളരെ സിമ്പിളാണ്. വീട്ടിൽ മണി എത്തിക്കഴിഞ്ഞാൽ അച്ഛൻ എന്താണ് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇമാജിൻ ചെയ്യുക. എന്ത് സംഭവിച്ചു, എന്ത് കണ്ടു, അല്ല നീ എന്തൊക്കെ ചെയ്തത്, ഡോക്ടർ എന്താ പറഞ്ഞത്, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത്, അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. മണി അതിൻ്റെ ഉത്തരം പറയുന്ന പോലെ ഇങ്ങോട്ട് സിമ്പിൾ ലാംഗ്വേജിൽ നിങ്ങൾ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ വായിച്ചു നോക്കാം. ഇത് ഇതേപോലെ എഴുതി വെക്കണം എന്നല്ല പറയുന്നത്, കാരണം ഇതേപോലത്തെ ചോദ്യം എല്ലാ പരീക്ഷയിൽ വരാൻ മതി. പക്ഷേ എന്ത് വന്നാലും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റൈൽ ഫോളോ ചെയ്യും. ഒരാളിങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റൊരാൾ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെ ആക്കണമെന്നില്ല എല്ലാ ഡയലോഗും. ഇടയ്ക്ക് ചോദ്യം ചോദിക്കുന്ന ആൾ വേറെ എന്തെങ്കിലും പറയുകയും ചെയ്യാം, അതും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്താൽ എളുപ്പത്തിൽ പരിപാടി തീർന്നോളും. ഫാദർ മണി, ഹൗ വാസ് യു വിസിറ്റ് ടു മസൂരി? എങ്ങനെ ഉണ്ടായിരുന്നു വിസിറ്റ്? ഇറ്റ് വാസ് വണ്ടർഫുൾ ഫാദർ, വി വിസിറ്റഡ് ദി ഹൈ ഹോസ്പിറ്റൽ. ഓക്കെ, വാട്ട് ഡിഡ് ദ ഐ സ്പെഷ്യലിസ്റ്റ്? ഐ സ്പെഷ്യലിസ്റ്റ് എന്താ പറഞ്ഞത്? അപ്പോൾ ഐ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞു, അമ്മയുടെ കണ്ണട എന്താ പൊട്ട കണ്ണടയാണ്, അത് വേസ്റ്റ് ബാസ്കറ്റിൽ ഇടണം, മ്യൂസിയത്തിൽ കൊണ്ടുവെക്കണം, ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞു അല്ലേ. ഹി വാസ് ഷോക്ക്ഡ് ആൻഡ് വെൻ ഹി സോ ഗ്രാനീസ് ഓൾഡ് ഗ്ലാസസ് ഹി സെഡ് ദാറ്റ് ദേ ബിലോങ്ഡ് ഇൻ എ മ്യൂസിയത്തിൽ വെക്കേണ്ട സാധനമാണ്, പുരാവസ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഫാദറിന് വേണമെങ്കിൽ വീണ്ടും ചോദ്യത്തിൽ ഓ ഡിഡ് ഹി സേ ദാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇടാട്ടോ, അത് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആവും. നീ അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വാട്ട് ഡിഡ് ഹി സേ അബൌട്ട് ഹർ ഐസ്? കണ്ണിനെ പറ്റി എന്താ പറഞ്ഞത്? ഹി സെഡ് ദാറ്റ് ഹർ ഐസ് വർ വീക്ക് ബട്ട് ഷീ വാസ് നോട്ട് ബ്ലൈൻഡ് ഒന്നും ആവാൻ പോകുന്നില്ല, കാഴ്ച നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, അത് നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഡിഡ് ഹി ഗിവ് ന്യൂ ക്ലാസ്സസ്? അപ്പോൾ കുഡ് ഗ്രാനി ക്ലിയർലി സീ ദെൻ? അത് കാണാൻ പറ്റുന്നില്ല. ഓ ദാറ്റ് ഈസ് വണ്ടർഫുൾ ന്യൂസ്. ഓ യെസ് ഫാദർ, ഐ വാസ് വെരി ഹാപ്പി ടു എന്താ സീ ഹർ ജോയ്. ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഒരാളിങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കാം, മറ്റാളെ അതിൻ്റെ ഉത്തരം പറയാം, അത്രേ ഉള്ളൂ. ചാപ്റ്ററിൻ്റെ കോണ്ടെക്സ്റ്റ് അറിയണം എന്നുള്ളൊരു കാര്യമുണ്ട്. ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. കലാം ഹാഡ് ടു ഡെലിവർ ന്യൂസ് പേപ്പേഴ്സ് ടു ദ റെസിഡൻസ് ഓഫ് രാമേശ്വരം എവറി ഡേ ബിഫോർ ഹി ലെഫ്റ്റ് ഫോർ ദ സ്കൂൾ. ഹി ഹാഡ് എ കോൺവെർസേഷൻ വിത്ത് വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് റിഗാർഡിംഗ് ഹിസ് റൂട്ടീൻ ആൻഡ് ദ റീസൺസ് ബിഹൈൻഡ് ഇറ്റ്. പ്രിപ്പയർ ദി ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ കലാം ആൻഡ് ഹിസ്. കലാമും ഫ്രണ്ടും തമ്മിൽ ഇവിടെ കോണ്ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. റിഗാർഡിംഗ് ഹിസ് റുട്ടീൻ ആൻഡ് റീസൺ. പിന്നെ റുട്ടീനെ പറ്റിയിട്ട്, ആ ന്യൂസ് പേപ്പർ കൊടുക്കുന്ന റുട്ടീനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് അറിയണം. ചാപ്റ്റർ കുറച്ചെങ്കിലും അറിയില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ആ ഫ്രണ്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കാം, കലാം ഉത്തരം പറയാം, അത്രേ ഉള്ളൂ. ഫ്രണ്ട്: കലാം, വൈ ഡിഡ് യു കം ടു സ്കൂൾ സോ ഏർലി ആഫ്റ്റർ ഡെലിവറിങ് ദ ന്യൂസ് പേപ്പേഴ്സ്? അപ്പോൾ കലാം പറഞ്ഞു, ഐ ഹാവ് ടു ഫിനിഷ് മൈ ഹോം വർക്ക് ബിഫോർ മൈ സ്കൂൾ ബിഗിൻസ്. ഇതൊക്കെ കുറച്ച് ഇമാജിനറി ആവാട്ടോ. ചാപ്റ്ററിലെല്ലാം കൃത്യം ചാപ്റ്ററിലെ കാര്യങ്ങളൊന്നും വേണമെന്നില്ല, കാരണം ഇതൊന്നും സ്കൂളിൽ പോയിട്ട് ഫ്രണ്ടിനോട് സംസാരിക്കുന്ന ചാപ്റ്ററിലില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഇമാജിൻ ചെയ്യാം, കാരണം ഇവിടെ ഈ കോൺവെർസേഷൻ എഴുതാവുന്നേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്, വാട്ട് ഈസ് യുവർ മോർണിംഗ് റുട്ടീൻ? അപ്പോൾ കലാം എന്തെങ്കിലും പറയുന്നത്, ഞാൻ എണീറ്റ് എന്താണ് പേപ്പർ ഡെലിവറി ചെയ്യാൻ പോകും, പിന്നെ അറബി ക്ലാസ്സിന് പോകും, ട്യൂഷന് പോകും എന്ന് പറഞ്ഞാൽ കൊടുക്കുക, അത്രേ ഉള്ളൂ അല്ലേ. ഐ വേക്ക് അപ്പ് ബിഫോർ ഡോൺ ഫോർ മൈ മാത്തമാറ്റിക്സ് ട്യൂഷൻ, ദെൻ ഐ അറ്റൻഡ് ദ അറബിക് സ്കൂൾ എന്ന് പറയാം. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യും? അതിനുശേഷം വാട്ട് ഡിഡ് യു ഡു ആഫ്റ്റർ ദാറ്റ്? ഐ റൺ ടു ദ റെയിൽവേ സ്റ്റേഷൻ, കളക്ട് ദ ന്യൂസ് പേപ്പർ ബണ്ടിൽ പറയും. പിന്നെ എന്താ, ദെൻ യു ഡെലിവർ ദം അറൗണ്ട് രാമേശ്വരം, ഡോണ്ട് യു? അങ്ങനെ ചോദിക്കാം. അല്ലെ ആഫ്റ്റർ ദാറ്റ് വാട്ട് ഡു യു ഡു എന്ന് ചോദിക്കാം. അങ്ങനെ എന്ത് വേണേ ചോദിക്കാം, അതിന് ഉത്തരം ഉണ്ടായാൽ മതി. യെസ്, ഐ ഫിനിഷ് ദ വർക്ക് ബൈ 8 o'clock ആൻഡ് ദെൻ ഗോ ഹോം ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും. വൈ ഡു യു വർക്ക് സോ ഹാർഡ്? അത് ചോദിക്കാം. അല്ലേ റീസൺസ് ബിഹൈൻഡ് ഇറ്റ് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അതും ചോദിക്കാം. എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്? മൈ ഫാമിലി ഈസ് ഫേസിംഗ് ഡിഫിക്കൽട്ടീസ് ബിക്കോസ് ഓഫ് ദി വാർ, ഐ വോണ്ട് ടു സപ്പോർട്ട് ദം വിത്ത് മൈ ഏർണിംഗ്സ്. ഡോണ്ട് യു ഫീൽ ടയേർഡ്? അല്ലേ ഡോണ്ട് യു ഫീൽ സാഡ്? ഡോണ്ട് യു ഫീൽ ലെഫ്റ്റ് ഔട്ട്? എന്താണ് ഡു യു ഫീൽ ഡിപ്രസ്ഡ്? ഭയങ്കര ചോദ്യങ്ങളൊന്നും ചോദിക്കുന്ന കേട്ട പരീക്ഷയിൽ. അപ്പോൾ പക്ഷേ എന്ത് വേണമെങ്കിലും ചോദിക്കാം, മനസ്സിലായി? അതാണ് ഇതിലെ പോയിന്റ്. യെസ്, സംടൈംസ് ബട്ട് ഐ എൻജോയ് മൈ വർക്ക് ആൻഡ് ഫീൽ ഹാപ്പി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എക്സ്ചേഞ്ചസ് എഴുതി വെക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 ഒരു 6 എക്സ്ചേഞ്ചസ് എഴുതി വെക്കുക. ഈവൻ 6 to 8 ആണ് അതിൻ്റെ ഒരു കണക്ക്. ഓക്കെ, 6 to 8 എഴുതി വെക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ചോദ്യത്തിൽ പറയും പ്രിപ്പയർ എന്താണ് 6 to 8 എക്സ്ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ 2 കൂടി ചേർത്തിട്ട് ഒരു എക്സ്ചേഞ്ച് കിട്ടാം. അപ്പോൾ ഒരു 6 to 8, അഥവാ ബേസിക്കലി ടോട്ടൽ എത്ര ലൈൻ ഉണ്ടാവണം അവസാനം? ഇങ്ങനെ ഫ്രണ്ട് കലാം അതുപോലെ എത്ര ഉണ്ടാവണം? 12 എണ്ണം ഉണ്ടാവണം. 12 to 16 വന്നാൽ സെറ്റാണ്. അതിൽ കൃത്യമായൊരു ഫോർമാറ്റ് ഒന്നും ഫോളോ ചെയ്യാനില്ല. ആളെ ചോദിക്കുന്ന ഒരു ഉത്തരം പറയുന്നു. ചോദ്യം ചോദിക്കുന്ന ആളെ ഇടയ്ക്ക് ചോദ്യം ചോദിക്കാതിരുന്നാലും നന്നായിരിക്കും. ഐ സീ ദാറ്റ് യു യു ആർ ഫീലിംഗ് സാഡ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ചോദ്യം ചോദിക്കും. കാരണം എപ്പോഴും ഒരു ചോദ്യം ചോദിച്ചാലല്ലേ കോൺവെർസേഷൻ മുന്നോട്ട് പോകും. ഓക്കെ, പിന്നെ ആൻസർ പറയുന്ന ആൾക്കും വേണം ചോദ്യം ചോദിക്കാം, പക്ഷെ അത് അതിന് മൊത്തം ആ സ്ട്രക്ചറിനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, പരീക്ഷയിൽ പെട്ടെന്ന് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ ഒരാൾ ചോദിക്കാൻ ആൻസർ പറയാം, ആ രീതിയിലാക്കിയാൽ കോൺവെർസേഷൻ മക്കളെ 4 മാർക്ക് പുഷ്പം പോലെ അങ്ങോട്ട് പോകുന്നോളൂ. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഇനിയുള്ള വീഡിയോസും ലൈവിലും കാണാം.